ഹലോ ഗൈസ്, എൻ്റെ പഴയ കമ്പനി മാറി പുതിയ കമ്പനിയിലോട്ടായപ്പോൾ ബാംഗ്ലൂർ പോയി ജോയിൻ ചെയ്യേണ്ടി വന്നു. സമയത്തിന് എത്തത്തില്ലാന്ന് വെച്ചിട്ട് ഞാൻ ബസ്സിനാണ് പോയത്. ആറ്റിങ്ങിൽ നിന്നായിരുന്നു ബോർഡിങ്. ആറ്റിങ്ങിൽ ചെന്ന് നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ബസ് വന്നു. ബസ്സിൽ കയറി. ഇതാണ് ബസ്. നിങ്ങൾക്ക് ഇതേത് ബസ്സാണെന്ന് പറയാൻ പറ്റുമോ? പിന്നെ വേറൊരു കാര്യം, ആ ഷൂ വെച്ചേക്കുന്ന ബോക്സിൽ ഷൂ അല്ലായിരുന്നു വെക്കാനുള്ളത്. അതെനിക്ക് ആ ബസ്സിൽ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത്. വെളുപ്പാങ്കാലമായപ്പോൾ ഞാൻ കർണാടക ബോർഡർ കടന്നു. ഏകദേശം എത്താറായി. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലെത്തി. ഞാൻ ഇലക്ട്രോണിക് സിറ്റിക്കാണ് ടിക്കറ്റ് എടുത്തെങ്കിലും ഞാൻ സിൽക്ക് ബോർഡിലാണ് ഇറങ്ങിയത്. ഗൈസ്, ഇതാണ് ഞാൻ വന്ന ബസ്. 1 and only 1S. എന്നെ ഇവിടുന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ഹർലാൽ ഇറങ്ങി പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ചു നേരം ബാംഗ്ലൂർ ഒന്ന് വീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെക്കൻ എന്നെ പിക്ക് ചെയ്ത് നേരെ റൂമിൽ പോയിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് മിററിൽ പോയി ഇങ്ങനെ ഒന്ന് ചിരിച്ചോണ്ടിരുന്നു കുറച്ചു നേരം. അങ്ങനെ ഓഫീസിൽ പോകാൻ ടൈമായി. റാപ്പിഡോ ബുക്ക് ചെയ്തു. വന്ന വണ്ടി വേറെ, അതിൽ കാണിച്ച വണ്ടി വേറെ. ഓഫീസിൽ വന്നതും പോയതും എല്ലാം റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷേ ഇവന്മാരുടെ ഡ്രൈവിംഗ് പ്രശ്നമാണ്. എന്റെ ഡ്രൈവർ പോയത് തന്നെ 60 to 70 സ്പീഡിലാണ്. അപ്പൊ ഈ പെണ്ണെത്ത സ്പീഡിലായിരിക്കും പോകുന്നത്. എവിടെ ഗ്യാപ്പ് കണ്ടാലും അവിടെ കുത്തിക്കയറ്റും ഇവന്മാരെ വണ്ടി. ഫുട്പാത്തിലായാലും എവിടെയാണെങ്കിലും. പിന്നെ തിരിച്ചിറങ്ങിയതെല്ലാം പെട്ടെന്നായിരുന്നു. സെയിം ഡേ തന്നെയാണ് എനിക്ക് വൈകിട്ട് നാട്ടിലേക്കുള്ള ബസ്. ഈ യാത്രയിൽ എനിക്ക് കുറെ കടപ്പാടുകളുണ്ട്. ആസി, ഹർലാൽ, അലീന, ലവ് യു ഗൈസ്. നിങ്ങൾ എന്നെ അത്രയ്ക്കും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആസി, നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കന്ന് നാട്ടിലോട്ട് വരാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവൻ അത്രയ്ക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് എന്നെ ബസ് കയറ്റി വിട്ടത്. ലവ് യു ഗൈസ്. സീ യു അഗൈൻ.